എന്ന് വേട്ടയാടി പിടിച്ച ഒരു ഉടുമ്പിനെയും കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരു സുഹൃത്ത് ഒരു സഞ്ചിയിൽ ഒരു ഉടുമ്പിനെയും കൊണ്ടുവരികയാണ്. ആൾക്കൂട്ടം കാണുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആൾക്കൂട്ടത്തിലേക്ക് ചെല്ലാറുണ്ട്. അങ്ങാടിയിൽ ചെല്ലുമ്പോൾ, ടൗണിൽ ചെല്ലുമ്പോൾ ജനങ്ങൾ കൂടി നിൽക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാം. ഈ മനുഷ്യരും ആളുകൾ തിങ്ങി നിൽക്കുന്ന സദസ്സിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നു, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ കൂടിയവർ പറയുന്നു, ഇത് മുഹമ്മദ് നബിയാണ്. ഇദ്ദേഹം പറയുന്നത്, ഞാൻ സത്യപ്രവാചകനാണ്, അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന റസൂലാണ്, ഇസ്ലാം മതത്തിന്റെ പ്രചാരകനാണ്, ഒരു പുതിയ ദൗത്യവുമായി വന്നിരിക്കുന്ന ആളാണ് എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അവിടെ ഒരുമിച്ചുകൂടിയ പലരും പറഞ്ഞപ്പോൾ ഉടുമ്പിനെ ഉടനെ തന്നെ ചുട്ടു തിന്നാൻ വേണ്ടി ധൃതിയിൽ പോകുന്ന ആ മനുഷ്യൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസന്നമായ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൊണ്ട് അത് പറയാൻ നമുക്ക് കഴിയില്ല. ഈ ലോകത്ത് എന്റെ ഹൃദയത്തിലും എന്റെ കണ്ണിലും ഏറ്റവും വെറുക്കപ്പെട്ടത് നീയാകുന്നു മുഹമ്മദേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശോഭിതമായ മുഖത്ത് നോക്കി ജനമധ്യത്തിൽ അവമതിച്ച് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് അഭിവന്ദ്യനായ ഇസ്ലാമിന്റെ ആദർശ നേതാവായിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അല്ലാഹുവിന്റെ റസൂലോട് ചോദിച്ചു, നബിയേ, അദ്ദേഹത്തിന്റെ ശിരസ് ഞാൻ മുറിച്ചു മാറ്റട്ടെയോ? തങ്ങൾ സമ്മതം തരുമോ? നിങ്ങളുടെ മുഖത്തു നോക്കി അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് പകരം അദ്ദേഹത്തിന്റെ തല ഞാൻ എടുക്കട്ടെ എന്ന് ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ ഉമറുൽ ഫാറൂഖിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അരുത്, ചെയ്തു പോകരുത്. അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാനാണ് അള്ളാഹു നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയാൽ അദ്ദേഹം മുസ്ലിമാവുകയില്ലല്ലോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരുമിച്ചുകൂടിയ അവിടെ തടിച്ചുകൂടിയ ആളുകൾ അങ്ങുമിങ്ങുമൊക്കെ മാറിയപ്പോ അദ്ദേഹത്തിന്റെ പിന്നിൽ ചെന്ന് അദ്ദേഹത്തോട് നേരിട്ട് തന്റെ നയം അറിയിക്കുകയും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് സംസാരിക്കുകയുമാണ്. നീ എന്താണ് ആളുകളെ ഇടയിൽ വെച്ച് എന്നെ മോശമായി ചിത്രീകരിച്ച് സംസാരിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്നെയും മുത്തുനബിയോട് തട്ടിക്കയറി സംസാരിക്കുകയാണ്. നീ ഇപ്പോഴും എന്നോട് സംസാരിക്കാനാണോ? നീ ഒരു സംസാരത്തിനാണോ, ഒരു സംവാദത്തിനാണോ നീ വന്നത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്റെ ഈ സഞ്ചിയിൽ മലയിൽ നിന്ന് പിടിച്ചിരിക്കുന്ന ഉടുമ്പാണ്. ഈ ഉടുമ്പ് മുഹമ്മദേ നിന്നോട് സംസാരിക്കുമോ? ഈ ഉടുമ്പ് സംസാരിക്കുമെങ്കിൽ നിന്നിൽ ഞാൻ വിശ്വസിക്കും മുഹമ്മദേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിന്റെ സഞ്ചിയിലുള്ള ഉടുമ്പ് എവിടെ? ആ സഞ്ചിയിൽ നിന്ന് ഉടുമ്പ് പുറത്തേക്ക് വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഉടുമ്പേ, ഞാൻ ആരാണ്? എന്നെ നിനക്കറിയുമോ? എന്നെ പറ്റി പരിചയമുണ്ടോ? ഉടുമ്പ് പറയുന്നു, അന്ത റസൂലുള്ളാഹ്, അന്ത നബിയുള്ളാഹ്, അന്ത ഹബീബുള്ളാഹ്. നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ നബിയാണ്, അല്ലാഹുവിന്റെ ഹബീബാണ്. ഈ ലോകത്ത് സ്നേഹവാത്സല്യം കാരുണ്യം പഠിപ്പിച്ചിരിക്കുന്ന മഹാനാണ് അങ്ങ് എന്ന് ആ ഉടുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്നെ വാശിയുണ്ടായിരുന്നില്ല. സഞ്ചി തൽക്കാലം നിലത്ത് വെച്ച് ആ സഞ്ചിയിലുണ്ടായ ഉടുമ്പിനെ പറ്റി ശ്രദ്ധിക്കാതെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമേനി കെട്ടിപ്പിടിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ തൃക്കരങ്ങൾ ചുംബിച്ചുകൊണ്ട് കലിമത്തു തൗഹീദാകുന്ന സത്യസാക്ഷ്യം ചൊല്ലി ഈ പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നു. എന്തായിരുന്നു ഈ സംഭവം? അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ ശിരസ് ഞാൻ മൂർച്ചയുള്ള ഘടികത്തിന്
ഇരയാക്കട്ടെയോ യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ സമയമായില്ല ഉമറേ. അതാണ് അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി അല്ലാഹു പഠിപ്പിച്ചത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. നബിയേ, നിങ്ങളൊരു പരുഷമായ സ്വഭാവ പ്രകൃതിക്കാരനായിരുന്നു എങ്കിൽ, സ്നേഹമില്ലാത്ത ഒരു പെരുമാറ്റക്കാരനായിരുന്നു തങ്ങൾ എങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക, തങ്ങളെ കൂടെ കൂടിയവരും വരാനിരിക്കുന്നവരും അങ്ങയുടെ പാർട്ടിയിലും പ്രസ്ഥാനത്തിലും ചേരാതെ ഉള്ളവർ തന്നെ കൂടയിഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും അവസ്ഥയും തങ്ങൾക്ക് വരുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കൃപ കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന അപാരമായ സൽസ്വഭാവം കൊണ്ട്, ആ റഹ്മത്ത് കൊണ്ട്, അങ്ങ് പരുഷമായി പെരുമാറാത്ത ആളായതുകൊണ്ട് നിങ്ങൾക്ക് ലോകത്ത് ഇസ്ലാം മതത്തിന്റെ സജീവമായ പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നു. അപ്പൊ മുസ്ലിമിന്റെ അവിഭാജ്യ ഘടകമാണ് ഈ ലോകത്ത് സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചു തന്ന, സ്നേഹത്തിലൂടെ ലോകത്ത് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സ്നേഹം ആയുധമാണ്. ഈ മനുഷ്യനെ കീഴടക്കിയത് ആയുധം സ്നേഹമാകുന്ന ആയുധമായിരുന്നു. സാക്ഷാൽ വാളുകൊണ്ട് മനുഷ്യനെ കീഴടക്കുന്നതിന് പകരം സ്നേഹത്തിന്റെ മുമ്പിൽ സ്നേഹം കൊണ്ട് കീഴടക്കാനും കീഴടങ്ങാനും സാധിക്കും. ഞാൻ ഒരു മനുഷ്യനെ സ്നേഹിച്ചു കൊല്ലാൻ എനിക്ക് കഴിയും. അദ്ദേഹത്തെ സ്നേഹിച്ച് 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 അദ്ദേഹത്തെ എന്റെ ശത്രുവല്ലാതെയാക്കി മാറ്റാൻ എന്റെ സ്നേഹം കൊണ്ട് കഴിയും. അപ്പൊ സ്നേഹം കീഴടക്കാനും സ്നേഹം കൊണ്ട് കീഴടങ്ങാനും സാധിക്കുന്നു എന്നത് ഒരു പച്ചയായ പരമാർത്ഥമാകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്ത് സ്നേഹം പഠിപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുവാൻ നമ്മൾ സന്നദ്ധരാകണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, സ്നേഹം എന്നതൊരു ഇബാദത്താണ്. സ്നേഹം എന്നത് ഒരു ഇബാദത്താണ്. സ്നേഹത്തിന് അല്ലാഹു പ്രതിഫലം തരുന്നുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടുന്നവൻ ചെയ്യുന്നത് മുഴുവനും ചെയ്യുക എന്നത് മാത്രമല്ല. ഇപ്പോൾ ചില ആളുകൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത്, ചെയ്തത്, അത് ചെയ്യല് മാത്രമാണ് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത്. അങ്ങനെയല്ല, അത് സ്നേഹത്തിന്റെ ഭാഗം തന്നെ. ലോകത്ത് രക്ഷപ്പെടാൻ നീ എന്താണ് തയ്യാറാക്കിയത്? ആ സഹാബിയുടെ മറുപടി, മാ അഅദത്തു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സൗമിൻ വലാ സദഖത്തിൻ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു. നബിയേ, ഞാൻ ഖിയാമത്ത് നാൾ വരുമ്പോൾ പരലോകത്ത് രക്ഷ പ്രാപിക്കുന്നതിന് കൂടുതൽ സുന്നത്തായ നിസ്കാരങ്ങൾ കരുതി വച്ചിട്ടില്ല. ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തും ഞാൻ ചെയ്യാറുണ്ടെങ്കിലും എന്റെ കൈവശം കൂടുതൽ സുന്നത്തായ നിസ്കാരങ്ങളും നോമ്പുകളും സ്വതക്കകളും ഇല്ലെങ്കിലും എന്റെ കയ്യിൽ ഒരു ഇബാദത്തുണ്ട്. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു. ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകരാകുന്ന തങ്ങളെയും വല്ലാതെ സ്നേഹിക്കുന്നു നബിയേ. ഉടനെ റസൂലുള്ളാഹി തങ്ങൾ പ്രതികരിക്കുന്നത്, എങ്കിൽ അന്ത മഅമൻ അഹ്ബബ്ത, നീ സ്നേഹിച്ചവരെ കൂടെയാണ് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. അപ്പൊ സ്നേഹം, ഇവര് സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ പ്രവർത്തിക്കുന്ന മറ്റു വിഭാഗങ്ങൾ, വഹാബി, മൗദൂദി തുടങ്ങിയ ആളുകൾ, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? അത് റസൂലുള്ളാഹി തങ്ങളെ ചര്യബിംബത്തിലാണ്. ചര്യബിംബത്തിൽ മഹബത്താണ്. മഹബത്ത് എന്നത് ഹൃദയത്തിൽ ഒരു മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം, ഹദീസിൽ കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബുഖാരിയിൽ കാണുന്നു, അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് ധരിച്ചുകൊണ്ട് പറയുന്നു, ഫമാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല, ഫമാ റഅയ്തുൽ മുസ്ലിമീന ഫരിഹു ബിശൈഇൻ ബഅദ ഇസ്ലാമിഹിം ഫറഹും ബിഹാ. ബുഖാരിയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഞാൻ മുസ്ലിമീങ്ങളെ ഇങ്ങനെ സന്തോഷിച്ച ഒരു സന്ദർഭം കണ്ടിട്ടില്ല. നിസ്കരിച്ചാത്ത സഹാബത്തല്ലല്ലോ ഇത്.
അള്ളാഹുവിന്റെ റസൂല് കൊടുത്തത് നബിയെയും റസൂലിനെ അള്ളാഹുവിനെയും സ്നേഹിച്ചാൽ ആ സ്നേഹപ്രകടനം നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായാൽ ആ സ്നേഹം കൊണ്ട് സ്നേഹിക്കപ്പെട്ടവരെ കൂടെ നിനക്ക് നാളെ സംഗമിക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് അനുസൃതങ്ങൾ പറയുന്നു, ഇതുകൊണ്ട് സന്തോഷിച്ചതുപോലെ അതിന്റെ മുമ്പ് സന്തോഷിച്ചത് ഞാൻ കണ്ടിട്ടില്ല. മഹബത്ത്, സ്നേഹം, സ്നേഹപ്രകടനം, ആ സ്നേഹപ്രകടനം കൊണ്ട് സ്വർഗത്തിലെത്താമെന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാനോ 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ കൊടുക്കും. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് അവിടെ നിസ്കരിച്ചതിന്റെ പേരിലല്ല അർശ് കൊടുക്കുന്നത്, നോമ്പനുഷ്ഠിച്ചതിന്റെ പേരിലല്ല അർശിന്റെ തണൽ കൊടുക്കുന്നത്, സക്കാത്ത് കൊടുത്തിട്ടല്ല. 7 വിഭാഗം ആളുകളെ അള്ളാഹു എണ്ണി 7 ആളുകൾക്കും അള്ളാഹു പ്രത്യേകമായ സവിശേഷതകളും കൽപ്പിച്ചു. പ്രത്യേക പരിപാടികളും അള്ളാഹു അവരെ പറ്റി പറഞ്ഞു. ആ പ്രത്യേക പ്രവർത്തനം കൊണ്ടാണ് അവർക്ക് അർശിന്റെ തണൽ കിട്ടിയത്. ഇതിൽ 2 ആളുകളെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് വറജുലാനി തഹബ്ബാ ഫില്ലാഹ്. ഈമാനികമായ മഹബത്ത്, കൂട്ടുകെട്ട്, സ്നേഹബന്ധം. നമ്മളൊക്കെ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. സ്നേഹം അത് അമൂല്യമാണ്. സ്നേഹം അത് ആയുധമാണ്. സ്നേഹം അത് വിൽക്കപ്പെടാത്തതും അത് വാങ്ങാൻ പറ്റാത്തതുമായ അമൂല്യ സ്വത്താകുന്നു സ്നേഹമെന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. വറജുലാനി തഹബ്ബാ ഫില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹം നിലനിർത്തിയ മുഅ്മിനീങ്ങളായ ആണിനും പെണ്ണിനും അള്ളാഹു നാളെ അർശിന്റെ തണൽ കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഹബീബായ തങ്ങളുടെ സമീപത്ത് വരുന്നു. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, കൈഫ തഖൂലു ഫീ റജുലിൻ അഹബ്ബ ഖൗമൻ വലമ്മാ യൽഹഖു ബിഹിം നബിയേ. ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾ എന്താണ് അഭിപ്രായം പറയുക? അദ്ദേഹം ഒരു വിഭാഗം ജനങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷേ ആ മനുഷ്യന് ആ ജനങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളും അവരുടെ സൽക്രമങ്ങളും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ മനുഷ്യനെ പറ്റി തങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് റസൂലുള്ളാഹിനോട് വന്നിട്ട് ഒരു സഹോദരൻ ചോദിക്കുന്നു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സംഭവം വിശദീകരിക്കുന്നു. അതോട് കാര്യം കിട്ടുമല്ലേ? ഈ ഹദീസിന്റെ അർത്ഥത്രയാണ്. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, നമ്മളൊരു സയ്യിദിനെ സ്നേഹിക്കുന്നു, ഒരു ഉസ്താദിനെ സ്നേഹിക്കുന്നു, സ്വഹാബത്തിനെ സ്നേഹിക്കുന്നു, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നു. അവരെ ഒരു പരിപാടി എനിക്ക് മൂപ്പരോട് ഭയങ്കര ഇഷ്ടമാണ്, അതിനെ മൂപ്പര്. അതോട് കാര്യം കിട്ടുമല്ലേ? നബിദിനത്തിന് മൗലൂദ് മാത്രം നടത്തിയാൽ വിഷയോടെ വരാൻ പോകുന്നുണ്ട്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം പ്രതിഫലം കിട്ടുമല്ലേ? സ്വഹീഹായ ഹദീസല്ലേ ഇത്? സഹാബി വന്നിട്ട് ചോദിക്കുന്നു, ബുഖാരി റളിയല്ലാഹു അൻഹു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു, നബിയെ ഒരു മനുഷ്യൻ ഒരു ഖൗമിനെ, ഒരു സമൂഹത്തെ സ്നേഹിക്കുന്നു, വലമ്മാ യൽഹഖു ബിഹിം, ആ സമൂഹത്തോട് ഇദ്ദേഹത്തിന് ചേരാൻ കഴിഞ്ഞിട്ടുമില്ല. ഇബാദത്ത് കൊണ്ട് ഓല കൂടെ എത്താൻ കഴിഞ്ഞിട്ട് എത്രയോ വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ അയാളെ കണ്ടിട്ടില്ല, ഉമറുൽ ഫാറൂഖിനെ നമ്മൾ കണ്ടില്ല, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നമ്മൾ കണ്ടില്ല, പക്ഷെ സ്നേഹം നിലനിർത്തിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു,